വികാസ് വ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലെ വീണ്ടും സ്വാഗതം. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ശാന്തിഗിരി ആശ്രമം. കരുണാകര ഗുരു, കറക്റ്റ് അറിയില്ല, ഗുരുവിൻ്റെ ആശ്രമമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാനൊരു 15 നിമിഷമാണ് ഈ ഗുരുവിൻ്റെ ആശ്രമത്തിന് ഫ്രണ്ടിൽ നിന്നത്. പ്രത്യേകതയൊരു പോസിറ്റീവ് ഫീലായിരുന്നു. ജോലി ടെൻഷനും വർക്ക് പ്രഷറും എല്ലാം ഒരു മനസ്സിന് കുളിർമയായി. പ്രത്യേക ഒരു മറ്റേ പറഞ്ഞു പറയാൻ രോമാഞ്ചം തന്നെ, ഒരു പ്രത്യേക ഒരു ഫീല്. ശ്രീനാഥ ഗുരുവായിട്ട് ചെറിയൊരു ബന്ധമുള്ള ഗുരുവായിരുന്നു കരുണാകര ഗുരു. ആശ്രമമായിട്ട് ചെറിയ ബന്ധമുണ്ടായിരുന്നു പരസ്പരം. പിന്നെ മെയിൻ കാര്യം, അകത്ത് ശ്രീകോവിൻ്റെ അകത്ത് ഈ ക്യാമറ, മൊബൈൽ ഫോൺ അലോഡല്ല. അതൊരു പവിത്രമായ സന്നിധിയാണ്. മെയിനായിട്ട് പറയാൻ വിഗ്രഹങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു നിർദ്ദേശം തന്നിരുന്നു ഗൈഡ്. ബാക്കി പറയാമെന്നില്ല, നമുക്കിനി ബാക്കി വന്ന് കാണുക, എന്നാലേ ഫീൽ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ചായ കുടിച്ചിട്ട് ബാക്കി തീരുമാനിക്കാം. ചായ എൻ്റെ എല്ലാ വ്ലോഗിലും കാണും ഒരു ചായ കുടി, അത് മസ്റ്റാണ്. മെയിൻ കാര്യം, ഒരാൾ വരാമെന്ന് പറഞ്ഞിട്ട് തേച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഇത് കണക്ക് തേക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ, കമൻറ്റ് ചെയ്യണം. ഈ കട എവിടെ? ചായ അവിടെയാണ് തോന്നുന്നത്. ഇത് ചായ. അപ്പോൾ നമുക്ക് ചായ കുടിച്ചിട്ട് ബാക്കി തീരുമാനിക്കാം. ഇതൊരു വെറൈറ്റി ആയിട്ടല്ലേ? ആ, ഒരു ഡ്രാഗന്റെ ഷേപ്പ് ഉണ്ടല്ലേ? അടുത്ത സാധനം എനിക്കത് കിട്ടി. ഡ്രാഗൺ മസാല ഫ്രം ശാന്തിഗിരി. ഒരു ഡ്രാഗൺ മസാല ഫ്രം ശാന്തിഗിരി. സോറി, ശാന്തിഗിരി. ഇത് ഡബ്ബിയാണ് കണ്ടല്ലോ. നീ ശാന്തെന്നൊന്നും പറയാമോ? അത് വെജിറ്റേറിയൻ അല്ലേ? ചോദിക്കാൻ $500 സാധനം കൊടുത്തിട്ട് പൊന്മുടി പോകാനായിട്ട് ഇരുന്നതല്ലേ എല്ലാം. നമ്മൾ ശാന്തിഗിരിയിലെത്തി. നല്ല ഡ്രാഗൺ മസാലയൊക്കെ ആയിട്ട് നമ്മൾ തകർക്കുകയാണ്. നമ്മൾ അവിടെ ഇരുന്ന് ബാക്കടിച്ചും ഡെലിവറിയും ചെയ്ത് നടാം. നല്ല വികാസേ, നമ്മളെ തേച്ചവന് ഇനി ഈ വീടുകളെടുക്കരുത് കേട്ടല്ലേ. വരാമെന്ന് പറഞ്ഞിട്ട് തേച്ചതിന് മനെ കാണിച്ചില്ലല്ലോ, എന്നെ കാണിച്ചിക്കാം. ശരിയാ മറ്റേ അങ്ങനെ ബില്ല് പേ ചെയ്ത് ഇറങ്ങി. അവിടുത്തെ സ്വിമ്മിംഗ് പൂളാണ് അല്ല, കുളം. നോക്കാം, അത് ഇത് നോക്ക്. ബസ് വണ്ടി വരുന്നുണ്ട്. നല്ല ഒരു കൊക്കല്ല ഉണ്ടല്ലേ ഇത്? അല്ല, കെട്ടിയ പാറ കെട്ടിയെന്ന് തോന്നുന്നു. പാറമട ആണ്ട്രാ ഇത്? പാറമട പോലെ തോന്നുന്നു. നിറയെ മത്സ്യങ്ങളുണ്ട്. ഇത് അതാണ് ഇത് കിടക്കയാ ശുദ്ധീകരിച്ചോണ്ടിരിക്കുക. ആണ്ട വെള്ളം വീണോണ്ടിരിക്കുക. ശുദ്ധീകരണം ഇതെല്ലാം ഉണ്ടല്ലോ. ഇത് പ്യൂരിഫൈഡ് വാട്ടർ. ഇംഗ്ലീഷ് പറഞ്ഞ കുറച്ച് നല്ല വാക്കുകളൊക്കെ പഠിച്ച് വെച്ചിട്ടുണ്ട് വികാസ് വ്ലോഗ്. പിടിച്ച് നിൽക്കണ്ടേ എന്ന് പറയാം. ഇതൊക്കെ പിടിച്ച് നിൽക്കണ്ടേ. ഇപ്പോൾ നമ്മൾ മുമ്പിൽ കടന്നത് ശാന്തിഗിരി വിദ്യാഭവൻ സ്കൂൾ.
തിരിച്ച് ആയുർവേദ ഹോസ്പിറ്റൽ കടന്നഗിരി. അപ്പം ഇനി യാത്രയില്ല, ഇനി കാട്ടായിക്കോടം ഗുഹാക്ഷേത്രത്തിൽ വെച്ച് കാണാം ബാക്കി.